കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിക്കാം. ജെനസിസ് ചാപ്റ്റർ 1 വേഴ്സ് 4. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. God saw that the light was good and he separated the light from the darkness. ദൈവം വെളിച്ചത്തിൽ ഇരുളിനെയും തമ്മിൽ വേർതിരിച്ചു. നമുക്ക് ഉൽപ്പത്തി 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലുണ്ട്, ഭൂമി പാഴും ശൂന്യമായിരുന്നു, വെള്ളത്തിൻ്റെ മീതെ ഇരുൾ പരന്നിരുന്നുവെന്ന്. എന്നാൽ യഹോവയായ ദൈവം വെളിച്ചത്തെ സൃഷ്ടിച്ചപ്പോൾ ആ വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർതിരിച്ചു. അവിടെ ഒരു സെപ്പറേഷൻ ദൈവം നടത്തി. എന്നാൽ ആ സെപ്പറേഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു വെറും പ്രവൃത്തി ആയിരുന്നില്ല. അതിനപ്പുറമായി ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തിക്കും ഒരു അർത്ഥമുണ്ടല്ലോ. ഒന്നും വെറുതെ അല്ലല്ലോ കർത്താവ് ചെയ്യുന്നത്. എന്നാൽ ആ പ്രവൃത്തിയിൽ ആഴമായ ഒരു ആത്മീയ സത്യം ഉണ്ടായിരുന്നു. അതിനെപ്പറ്റിയാണ് ഇന്ന് ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവജനം നോക്കുമ്പോൾ വെളിച്ചത്തിൻ്റെ മക്കളെന്നും ഇരുളിൻ്റെ മക്കളെന്നും കിടക്കുന്നത് കാണാം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളും ആകുന്നു, നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. അപ്പം തെസ്സലോനിക്ക സഭയിലെ കർത്താവിനെ സ്വീകരിച്ച മക്കളോട് പൗലോസ് പറയുവാണ്, നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാണ്, നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല എന്ന് പറയുന്നു. ഇപ്പോൾ വെളിച്ചമെന്ന് പറയുമ്പോൾ അത് നന്മയെ കാണിക്കുന്നു. നല്ലതിനെയും നന്മയൊക്കെ കാണിക്കുമ്പോൾ ഇരുട്ട് തിന്മയുടെ ശക്തിയാണ് കാണിക്കുന്നത്. ഇവിടെ പറയുന്നത് നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കൾ, അതായത് കർത്താവിനെ സ്വീകരിച്ച മക്കൾ. കർത്താവ് തന്നെ സുവിശേഷ ഭാഗത്ത് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകുമെന്ന്. അതായത് കർത്താവിനെ അനുഗമിക്കുന്നവൻ, അതായത് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച ഒരു വ്യക്തി, അവനിൽ ജീവൻ്റെ വെളിച്ചമായ ക്രിസ്തു അവനിൽ ഇരിക്കുമ്പോൾ അവൻ വെളിച്ചത്തിൻ്റെ മകനായി മകളായിത്തീരുന്നു. ജീവൻ്റെ വെളിച്ചമായ ക്രിസ്തുവിനെ ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ ആ വ്യക്തി വെളിച്ചത്തിൻ്റെ മക്കളായിത്തീരുന്നു. ഇരുട്ടിൻ്റെ അവസ്ഥയിൽ നിന്ന് മാറി വെളിച്ചത്തിൻ്റെ മക്കളായി നമുക്ക് തീരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ജീവൻ്റെ വെളിച്ചമായ യേശുക്രിസ്തുവിനെ നാം സ്വീകരിക്കുമ്പോൾ, കർത്താവിനെ നാം അനുഗമിക്കുമ്പോൾ നാം വെളിച്ചത്തിൻ്റെ മക്കളും, അല്ലാത്തവർ ജീവൻ്റെ വെളിച്ചമായ ക്രിസ്തുവിനെ അറിയാത്തവർ, കർത്താവിനെ സ്വീകരിക്കാത്തവർ, അല്ലെങ്കിൽ ജീവൻ്റെ വെളിച്ചമായ യേശുവിനെ അനുഗമിക്കാത്തവർ ഇരുളിൽ വസിക്കുന്നതായിട്ട്, ഇരുളിലാണ് അവർ വസിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, മുമ്പേ നിങ്ങൾ ഇരുളിലുള്ളവരായിരുന്നു, മുമ്പേ നിങ്ങൾ ഇരുളിൻ്റെ മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമായിരിക്കുന്നുവെന്ന്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, മുമ്പേ യേശുവിന്, ജീവൻ്റെ വെളിച്ചമായി യേശുവിനെ അറിയാത്തിടത്തോളം കാലം, ആ ബന്ധത്തിലേക്ക് നമ്മൾ വരാത്തിടത്തോളം കാലം നാം ഇരുളിലാണ് വസിക്കുന്നത്. എന്നാൽ എഫേസ്യ സഭയോടെ കർത്താവ് പൗലോസ് അവരെപ്പറ്റി പറയാണ്, എന്നാൽ ഇപ്പോൾ നിങ്ങൾ വെളിച്ചമായി തീർന്നുവെന്ന്. അതുപോലെ നമുക്ക് അതുപോലെ കഴിയാൻ, നമ്മൾ യേശുവിനെ അറിയാത്ത സമയത്ത് നാം അന്ധകാരത്തിലായിരുന്നു, നാം ഇരുളിലായിരുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നാൽ, എന്നാൽ നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച്, ഇരുട്ടിനൊരു അധികാരമുണ്ട്, പിശാചിന് സാത്താനൊരു അധികാരമുണ്ട്, അധികാരത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചു എന്ന്. അപ്പോൾ ദൈവത്തെ അനുഗമിക്കുന്നവരായ, ക്രിസ്തുവിൻ്റെ ജീവൻ, ക്രിസ്തുവിൻ്റെ വെളിച്ചം ഉള്ളിലുള്ളവരായി, അല്ലെങ്കിൽ വെളിച്ചത്തിൻ്റെ മക്കളായിരുന്നവർ മുമ്പേ ഇരുളിലായിരുന്നു, പിശാചിൻ്റെ അധീനതയിലായിരുന്നു, അധികാരത്തിന് കീഴിലായിരുന്നു. എന്നാൽ അതിൽ നിന്ന് അവരെ വിടുവിച്ചു.
കർത്താവ് യേശു വിടുവിച്ചു. കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ അതിൽ നിന്ന്, പിശാചിൻ്റെ അധികാരത്തിൽ നിന്ന് അല്ലെങ്കിൽ അന്ധകാരത്തിൽ നിന്ന് അവർ വിടുതൽ പ്രാപിച്ച് ജീവൻ്റെ വെളിച്ചമായ ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് രാജ്യത്തിൻ്റെ രാജ്യത്തിലെ ഭാഗഭാക്കുകളായിട്ട് അവർ തീർന്നു. നമ്മൾ പഴയ നിയമം നമുക്ക് പരിശോധിക്കുമ്പോഴും നമുക്കിത് തന്നെ നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് പഴയ നിയമത്തിൽ നമുക്കറിയാം, ഇസ്രായേൽ മക്കളെ ഫറവോൻ്റെ അധികാരത്തിൽ മിസ്രൈമിലെ ഈജിപ്തിലെ അവരെ ഫറവോൻ കാണിക്കുന്നത് ഫറവോൻ്റെ അധികാരത്തിൽ അടിമത്തത്തിൽ അവരായിരുന്നു. എന്നാൽ ആ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ യഹോവയായ ദൈവം അവരെ വിടുവിച്ചു. അവർക്ക് വേണ്ടി കൽപ്പിച്ചാക്കിയ കനാൻ ദേശത്തിലേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തിലേക്ക് അവരെ കൊണ്ടുപോയി. അവരെ പിശാചിൻ്റെ അടിമത്തിൽ നിന്ന്, ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന്, ലോകത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് അവരെ വിടുവിച്ച് അവരെ കർത്താവ് അവർക്ക് കൊടുത്ത സ്ഥലത്തിലേക്ക് യഹോവയായ കർത്താവ് ദൈവം അവരെ കൊണ്ടുപോയി. അവരെ കൊണ്ടുപോകുമ്പോൾ എന്താണ് കർത്താവ് ചെയ്തത്? അവരുടെ ഇടയിൽ വസിക്കുവാൻ അവർക്ക് വേണ്ടി ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ യഹോവയായ ദൈവം വസിച്ചു. അവർക്ക് മേഘസ്തംഭമായും അഗ്നിത്തൂണായും അവരോട് കൂടെ ഇരുന്നു, അവരെ വഴി നടത്തി. അവർക്ക് പുതിയ കൽപ്പനകളും പ്രമാണങ്ങളും അവർക്ക് കൊടുത്തു. ദൈവത്തെ എങ്ങനെയാണ് സേവിക്കേണ്ടത്, എങ്ങനെയാണ് ദൈവത്തിൻ്റെ വഴി നടക്കേണ്ടത് എന്ന് ഉപദേശിക്കുന്ന പ്രമാണങ്ങളൊക്കെ അവർക്ക് കൊടുത്തു. എന്നിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ കർത്താവ് യഹോവയായ ദൈവം പറഞ്ഞു, നിങ്ങൾ ചെല്ലുന്ന ദേശത്ത് ജാതികളുണ്ട്, അവരോട് നിങ്ങൾ ഇടകലർന്ന് ജീവിക്കരുത്, അവരുടെ വഴിയിൽ നിങ്ങൾ നടക്കരുത്, അവരുടെ പ്രമാണങ്ങൾ നിങ്ങൾ അനുസരിക്കരുത്, അവരുടെ ദേവന്മാരെ നിങ്ങൾ ഭജിക്കരുത് എന്നുള്ള പ്രമാണങ്ങളൊക്കെ യഹോവയായ ദൈവം അവർക്ക് കൊടുത്തു. അതിനെപ്പറ്റി നമുക്ക് ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെയുണ്ട്: നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തു. യഹോവയായ ദൈവം ഇസ്രായേൽ മക്കൾ തിരഞ്ഞെടുത്തത് മറ്റുള്ള ജാതികളിൽ നിന്ന് അവരെ വേർതിരിച്ചു, അവരെ തിരഞ്ഞെടുത്തു. എന്തിനാ? യഹോവയായ ദൈവത്തിന് തന്നെ അവരെ ഒരു സ്വന്തം ജനമാക്കി തീർക്കേണ്ടതിന് അവരെ യഹോവയായ ദൈവം മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്ന്, പിശാചിൻ്റെ ഫറവോൻ്റെ അടിമത്തിൽ നിന്ന് യഹോവയായ ദൈവം വിടുവിച്ചു. അതിനെപ്പറ്റി തന്നെ യഹോവയായ ദൈവം പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 19-ന്റെ 6-ാം വാക്യത്തിൽ 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്: നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നുവെന്ന്. അവിടെ പറയുന്നത് എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നുവെന്ന് യഹോവയായ ദൈവം പറയും. ദൈവത്തിൻ്റെ സ്വന്തം ജനമാക്കി തീർത്തു. നമ്മളെപ്പറ്റി നമ്മൾ മുമ്പേ പറഞ്ഞതാ, അന്ധകാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ നമ്മുടെ പുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മളെ ആക്കി വെച്ചു എന്ന് പറയുന്നു. അപ്പോൾ പഴയ നിയമത്തിലെ ഇസ്രായേൽ മക്കളെ മിസ്രൈമി അടിമത്തിൽ നിന്ന് വിടുവിച്ച് ദൈവത്തിൻ്റെ സ്വന്തം ജനമാകേണ്ടതിന് ഇസ്രായേൽ മക്കളെ തനിക്ക് വേണ്ടി തന്നെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് കാണുന്നു. എന്നാൽ സ്വന്തം ജനമായി, ഒരു വിശുദ്ധ ജനമായി അവരെ തിരഞ്ഞെടുത്തു. എന്നിട്ട് നമുക്ക് ലേവ്യ പുസ്തകത്തിലൊക്കെ 11-ാം അധ്യായത്തിൻ്റെ 44-45 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധരായിരിക്കണമെന്ന് യഹോവ ദൈവം പറഞ്ഞു. യഹോവ നിങ്ങളെ തിരഞ്ഞെടുത്ത ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധരായിരിക്കണം എന്ന് പറയുന്നു. കാരണം ഒരു വിശുദ്ധ ജനമായിട്ട് യഹോവയായ ദൈവം അവരെ തിരഞ്ഞെടുത്തു. അതുതന്നെയല്ല, തനിക്ക് വേണ്ടിയാണ്, ദൈവത്തിന് വേണ്ടി തന്നെ തിരഞ്ഞെടുത്തു. അത് നമുക്ക് ലേവ്യ പുസ്തകം 20-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഇങ്ങനെയുണ്ട്: നിങ്ങൾ എനിക്കുള്ളവർ ആയിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നുവെന്ന് യഹോവ ദൈവം പറയുക. നിങ്ങൾ എനിക്കുള്ളവർ ആയിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചു. എന്നിട്ട് ഒരു കൂട്ടത്തെ മനുഷ്യ സമൂഹത്തിൽ നിന്ന് ദൈവം വേർതിരിച്ച് സ്വന്തം ജനമാക്കി തീർത്തു. അപ്പോൾ മറ്റൊരു ദൈവത്തെ അറിയാത്ത ജാതികളും അവിടെ ഒരു വേർതിരിവിന്, ഒരു സെപ്പറേഷൻ നമുക്ക് കാണുവാൻ കഴിയും. ഇരുട്ടിനെയും വെളിച്ചത്തെയും കർത്താവ് യഹോവയായ ദൈവം വേർതിരിച്ചതുപോലെ ഒരു കൂട്ടത്തെയും യഹോവയായ ദൈവം ഈ പഴയ നിയമത്തിൽ വേർതിരിക്കുന്നു. അതായത് ഇസ്രായേൽ മക്കൾ
പുതിയ നിയമത്തിലേക്ക് നമ്മുടെ കാര്യമാണ് നമ്മൾ മുമ്പേ പറഞ്ഞു. മുമ്പേ നമ്മൾ അന്ധകാരത്തിലായിരുന്നു. എന്നാൽ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മളെ ആക്കി കർത്താവ് ഒരു വേർതിരിവ് അവിടെ വെച്ചു. റെവലേഷൻ 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇങ്ങനെയുണ്ട്: കുഞ്ഞാട് അറുക്കപ്പെട്ട് അവൻ്റെ രക്തത്താൽ സർവ്വ ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ഉള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ദൈവത്തിനായി ഇസ്രായേൽ മക്കളെ പറ്റി തനിക്ക് വേണ്ടി തനിക്കായിട്ട് തിരഞ്ഞെടുത്തു, തനിക്കായിട്ട് വിശുദ്ധ ജനമായിട്ട് തിരഞ്ഞെടുത്തു എന്ന് അവിടെ ഇസ്രായേൽ മക്കളെ പറ്റി പറയുമ്പോൾ നമ്മളെപ്പറ്റി പറയുന്നത് സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലുള്ള ജാതികളിൽ നിന്ന് കുഞ്ഞാടിൻ്റെ രക്തം വില കൊടുത്ത് ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി നമ്മളെ വിലയ്ക്ക് വാങ്ങി എന്നിരിക്കും. നമ്മുടെ വിശുദ്ധനായ ദൈവത്തിന് വേണ്ടി നമ്മുടെ വിശുദ്ധനായ ദൈവം നമ്മുടെ കർത്താവിന് രക്തത്താൽ, ആ വിശുദ്ധ രക്തത്താൽ നമ്മളെയും ഒരു വിശുദ്ധരായി തീരേണ്ടതിന് ദൈവം നമ്മളെയും വിലയ്ക്ക് വാങ്ങിയെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ആ വിശുദ്ധനായ ദൈവം തന്നെ വിശുദ്ധ രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി നമ്മൾ വിശുദ്ധ ജനമായിരിക്കേണ്ടതിന്. അതുകൊണ്ടാണ് ലേഖനങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും നമ്മളെപ്പറ്റി എഴുതിയിരിക്കുന്നത് എന്താണ്? വിശുദ്ധർ എന്നാണ് വിളിക്കുന്നത്. കൊരിന്ത്യ ലേഖനമൊക്കെ വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന അഖായിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്നത്. എഫേസ്യ ലേഖനത്തിൽ എഴുതി കാണുന്നു എഫേസോസിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്നത്. കൊരിന്ത്യ ലേഖനമൊക്കെ പഠിക്കുമ്പം കാണാം ആ കൊരിന്ത്യ സഭയിൽ ജാതികളിൽ നിന്ന് വന്നവരായതുകൊണ്ട് അവർ കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ ജീവിത രീതികളൊക്കെ അവിടെ പിന്തുടരുന്നുണ്ട്, ദുർനടപ്പൊക്കെ അവർ ആചരിക്കുന്നുണ്ട്. എന്നാലും അവരെ വിളിക്കുന്നത് അവിടെ വിശുദ്ധർ എന്നാണ് അപ്പോൾ വിളിക്കുന്നത്. അതുകൊണ്ടും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിയുമ്പോൾ അവൻ്റെ പൊസിഷൻ കർത്താവിൽ അവനൊരു വിശുദ്ധനാണ്. അതാണ് നമ്മുടെ പൊസിഷൻ, അത് കർത്താവിൽ വിശുദ്ധനാണ്. എന്നാൽ ആ വിശുദ്ധനെന്ന് നമ്മളെ പേർ വിളിക്കുമ്പോൾ തന്നെ ഒരു വിശ്വാസിയെ പുതിയ നിയമത്തിൽ വിശുദ്ധനെന്ന് പേർ വിളിക്കുമ്പോൾ അത് മരിച്ചു കഴിഞ്ഞിട്ടല്ല വിശുദ്ധരാകുന്നത്. വിശുദ്ധനായ ദൈവത്താൽ ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നമ്മളെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് വിശുദ്ധർ എന്ന പേരിന്, പൊസിഷന് നമ്മൾ അർഹരായി തീർന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അതൊരു വിശുദ്ധ ജീവിതം നമ്മൾ അനുവർത്തിക്കേണ്ടതായിട്ടുണ്ട്. പ്രോഗ്രസീവായിട്ടുള്ള ഒരു ജീവിതം, പ്രാക്ടിക്കൽ ലൈഫിൽ ആ വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കുവാൻ കർത്താവ് നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലത്ത് കർത്താവിന് ആ വെളിച്ചം, ക്രിസ്തുവാകുന്ന വെളിച്ചം നമ്മുടെ ഉള്ളത്തിൽ വരുന്നതിന് മുമ്പുള്ള നമ്മുടെ ജീവിതം വേറെയായിരുന്നു. യേശുവിനെ അറിയുന്നതിന് മുമ്പുള്ള ജീവിതമല്ല പിന്നെ നമ്മൾ അനുവർത്തിക്കേണ്ടത്. അപ്പോൾ ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് ഒരു വിശ്വാസിയ ദൈവം വേർതിരിച്ചിരിക്കുകയാണ്. അപ്പോൾ വേർതിരിച്ച് ആ വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർതിരിച്ചതുപോലെ നമ്മളെ ഇരുളിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് നമ്മളെ വെളിച്ചത്തിലേക്ക് കർത്താവ് കൊണ്ടുവന്നപ്പോൾ അവിടെ ഒരു സെപ്പറേഷൻ നടന്നു. അതുപോലെ ഇനി നമ്മൾ പാപവഴികളിലും പാപപ്രവർത്തികളിലുമല്ല നമ്മൾ ജീവിക്കേണ്ടത്. ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രമാണങ്ങളെ ആചരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലും ദൈവവചനത്താലും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലും ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നു. അത് 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്: പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായിരിപ്പീനെന്ന്. എല്ലാ നടപ്പിലും നമ്മൾ വിശുദ്ധരായിരിക്കുവാൻ കർത്താവ് നമ്മളെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന നമ്മുടെ മോഹങ്ങൾ, പലതരത്തിലുള്ള സ്വഭാവങ്ങൾ, മോഹങ്ങൾ, പ്രവർത്തനങ്ങളെല്ലാം നമുക്കുണ്ടായിരുന്നു. ഇനി അത് പ്രകാരമല്ല നമ്മൾ ജീവിക്കേണ്ടത്. ക്രിസ്തു ഈ ലോകത്തിൻ്റെ വെളിച്ചമായ വിശുദ്ധനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനാൽ നമ്മൾ വെളിച്ചം കണ്ട് ആ ക്രിസ്തുവാണ് നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്നത്. അതുകൊണ്ട് അതിനെ പഴയകാല ജീവിതത്തെ മാതൃകയാക്കാതെ ഒരു സകലത്തിന് അനുസരണമുള്ള വിശുദ്ധ ജീവിതം നയിക്കുവാൻ വേണ്ടി ദൈവം നമ്മളെ വേർതിരിച്ചിരിക്കുകയാണ്. എന്നാൽ ആ ഒരു വേർതിരിവ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിൽ
ഒരു വിശ്വാസി എന്ന് പേർ വിളിക്കപ്പെട്ടവർ, കർത്താവിനെ അറിഞ്ഞവരുടെ ജീവിതത്തിൽ തന്നെ അങ്ങനെ ഒരു വേർതിരിവ് കാണുന്നില്ല. അവരുടെ ജീവിതത്തിൻ്റെ ഓരോ മണ്ഡലങ്ങളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവരുടെ പ്രവൃത്തിയാലും അവരുടെ സംസാരങ്ങളായാലും അവരുടെ പ്രവൃത്തികളാണെങ്കിലും അവരുടെ സംസാരങ്ങളാണെങ്കിലും ജീവിത രീതികളാണെങ്കിലും അതുപോലെ വസ്ത്രധാരണത്തിലാണെങ്കിലും തിരഞ്ഞെടുപ്പിലാണെങ്കിലും എവിടെയെങ്കിലും അവിടെ ഒരു വ്യത്യാസം നമുക്ക് കാണുവാൻ ഇന്നത്തെ ലോകത്തെ നമുക്ക് കാണുവാൻ സാധിക്കാതെ വരുന്നുണ്ട്. ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ദൈവത്തെ അറിയാത്തവർ, ജീവനുള്ള ദൈവത്തെ അറിയാത്തവരുടെ അവരുടെ മതത്തിൻ്റെ ആചാരപ്രകാരം ആചാരങ്ങൾ അവരെ അനുഷ്ഠിക്കുമ്പോൾ, വിശ്വാസി എന്ന് പേർ പറയുന്നവർ അവരുടെ ആരാധനാ സ്ഥലങ്ങളിൽ പോകുന്നു, മറ്റവർ അവരുടെ മതാചാരങ്ങളിൽ അനുഷ്ഠിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവൻ്റെ ആരാധനാലയങ്ങളിൽ പോകുന്നു എന്നുള്ളൊരു വ്യത്യാസമല്ലാതെ വേറെ ഒരു കാര്യത്തിലും നാം മുമ്പേ പറഞ്ഞതുപോലെ വേറെ ഒരു കാര്യത്തിലും ഒരു വ്യത്യാസമുള്ളതായി നമുക്ക് ഇന്നത്തെ ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതല്ല. എന്നാൽ ദൈവം ഇങ്ങനെ വേർതിരിച്ചെടുത്ത ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ആ വിളിച്ച വിശുദ്ധൻ ഒത്തവണ്ണം ജീവിക്കുവാൻ ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിൻ്റെ പാപപ്രവർത്തികളിലും വഴികളിലും ഒന്ന് ഭാഗഭാക്കുകളാകാതെ ദൈവസ്നേഹത്തിലും ഈ ലോകത്തിൻ്റെ പ്രവൃത്തികളെ മാതൃകയാക്കാതെ ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തിക്കും ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നതിലുമൊക്കെ നിലനിൽക്കുവാൻ കർത്താവ് നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് അബ്രഹാമിൻ്റെ ജീവിതം നോക്കുകയാണെങ്കിൽ അബ്രഹാം മെസൊപ്പൊട്ടേമിയയെ വിട്ട് യഹോവയായ ദൈവം പറഞ്ഞതനുസരിച്ച് അവൻ തിരികെ വന്നു. വിഗ്രഹങ്ങളെ സേവിക്കുന്ന ആരാധിക്കുന്ന ഒരു ജാതിയിൽ നിന്നാണ് അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചത്. എന്നാൽ അബ്രഹാമിൻ്റെ ജീവിതത്തെ നമ്മൾ നോക്കുമ്പോൾ ഒരിക്കൽ പോലും താൻ വിട്ടുപോയതിനെ അബ്രഹാം തിരിഞ്ഞു നോക്കുന്നതായിട്ടോ തിരിച്ചു പോകുന്നതായിട്ടോ ആ ദേവന്മാരെ സേവിക്കുന്നതായിട്ടൊന്നും നമുക്ക് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നില്ല. യഹോവയായ ദൈവം തൻ്റെ ചാർച്ചക്കാരിൽ നിന്ന് പൃഥുഭവനത്തിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ചപ്പോൾ ഒരിക്കലും പിന്നെ തിരികെ പോകുന്നതായിട്ട് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നില്ല. അതുപോലെ അതുപോലെ തന്നെ മോശയ്ക്ക് വിളി വന്നപ്പോൾ കൊട്ടാരത്തിൽ നിന്ന് മോശ വിളി കേട്ട് യഹോവയായ ദൈവം അവനെ നടത്തിയതനുസരിച്ച് മുമ്പോട്ട് പോയി. എന്നാൽ ഒരിക്കൽ പോലും തിരികെ കൊട്ടാരത്തിൻ്റെ സമൃദ്ധമായ ജീവിതത്തിലേക്ക് അതിനെ പിന്തുടരുന്നതായിട്ടൊന്നും നമുക്ക് കാണുവാൻ അവിടെ കഴിയുന്നില്ല. നമുക്കറിയാം, കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്താൽ കർത്താവ് നമ്മളെ വീണ്ടെടുത്തു. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് അവിടെ വീണ്ടെടുപ്പിനെ പറ്റി പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നത്. ഒന്ന് പറഞ്ഞിരിക്കുന്നത് സകല അധർമ്മത്തിൽ നിന്നും നമ്മളെ വീണ്ടെടുത്തു. എന്തിനു വേണ്ടിയാണ് നമ്മളെ വീണ്ടെടുത്ത്? അവിടെ ഇരിക്കാൻ നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ വേണ്ടി സ്വന്തം ജനമായിട്ട് നമ്മളെ വിശുദ്ധീകരിച്ചു എന്ന്. സകല പാപ പ്രവർത്തനങ്ങളിൽ നിന്നും തൻ്റെ രക്തം കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തു. എന്തിനു വേണ്ടി വീണ്ടെടുത്തു? സൽപ്രവർത്തികൾ ചെയ്യുവാൻ വേണ്ടി സ്വന്തം ജനമായിട്ട് ദൈവം നമ്മളെ വീണ്ടെടുത്തുവെന്ന്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ വീണ്ടെടുത്തു, നമ്മളെ ദൈവമക്കളാക്കി തീർത്തപ്പോൾ ആ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്നത്. നമ്മൾ വ്യക്തിപരമായും നമ്മൾ സഭയായും നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ആ ദൈവത്തിൻ്റെ മന്ദിരത്തെ വിശുദ്ധമായി സൂക്ഷിക്കണമെന്നാണ് ദൈവവചനം പറയുന്നത്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ എന്ന്. കാരണം വിശുദ്ധനായ ദൈവമാണ് നമ്മളിൽ വസിക്കുന്നത്. അപ്പോൾ ദൈവം നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ ഒരു വേർപാട് ഒരു വേർപാടാണ് അവിടെ നടക്കുന്നത്. അന്നേരം ഈ വേർപാടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബിബ്ലിക്കൽ സെപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഒറ്റപ്പെട്ട ജീവിതമാണോ? അതൊരു ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു ജീവിതമാണ്? മറ്റുള്ളവരോടൊന്നും മിങ്കിൾ ചെയ്യാതെ മറ്റുള്ളവരിൽ നിന്ന് മാറി ജീവിക്കുവാനാണോ ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്? അങ്ങനെയല്ല. അതിന് ഉദാഹരണം നമ്മുടെ കർത്താവിനെ പറ്റി പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മുടെ കർത്താവ് തന്നെ പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, മനുഷ്യ
മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ട് വന്നിരിക്കുന്നു. മനുഷ്യപുത്രനെ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്ന് നിങ്ങൾ പറയുന്നു. അതായത് യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് എല്ലാ മനുഷ്യരുമായിട്ട് ഇടപെട്ടു. ദൈവവചനം പറയുന്ന നീതിമാന്മാരെ അല്ല പാപികളെ തേടിയാണ് വന്നത് എന്ന് പറയുന്നു. കർത്താവ് എല്ലാ മനുഷ്യരുമായിട്ട് ചുങ്കക്കാരുമായിട്ട് ഇടപെട്ടു. ചുങ്കക്കാരെന്ന് പറയുന്നത് റോമൻസിന് വേണ്ടി യഹൂദന്മാരായിട്ടുള്ള റോമ ഗവൺമെൻറ്റിന് വേണ്ടി അധികം ടാക്സസ് ഒക്കെ കളക്ട് ചെയ്തിരുന്നു. എന്നാൽ അവരെ കർത്താവ് അവരെ സ്നേഹിച്ചു. അവരുടെ ഭവനങ്ങളിൽ കർത്താവ് പോയി. വേശ്യമാർ ശമരിയക്കാരത്ത് സ്ത്രീയോട് കർത്താവ് സംസാരിച്ചു. അവളെ ദൈവം കർത്താവിങ്കിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ഒരു ഭവനത്തിൽ കർത്താവ് ചെന്നപ്പോഴും അവിടെ ഒരു വേശ്യയായൊരു സ്ത്രീ ചെന്ന് കർത്താവിനെ തൈലം പൂശി അവിടെ ആരാധിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ എല്ലാ തരത്തിലുള്ള ആൾക്കാരുടെയും ഭവനങ്ങളിൽ കർത്താവ് പോയി അവരുമായിട്ടൊക്കെ കർത്താവ് ഇടപെട്ടു. അതുപോലെ തന്നെയാണ് പൗലോ അവിടെ അന്നുള്ള അങ്ങനെ പറയുമ്പോൾ വേർപാടെന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ ഉള്ളവരിൽ നിന്ന് മാറി ജീവിക്കുക എന്നുള്ളതല്ല. നമ്മേൽ ദൈവത്തിൻ്റെ വെളിച്ചം തന്നെ ലോകത്തിൻ്റെ വെളിച്ചമായിട്ടാണ് നമ്മെ ദൈവം ഇവിടെ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് തന്നെ അതിനെപ്പറ്റി പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: ദുർനടപ്പുകാരോട് സംസർഗം അരുതേ എന്ന് ഞാൻ എൻ്റെ ലേഖനങ്ങളിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട്. പൗലോസ് പറയാൻ ലേഖനങ്ങളിൽ ദുർനടപ്പുകാരോട് നിങ്ങൾ സംസർഗം അരുതേ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. എന്നാൽ അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുതേ എന്നല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ലോകം വിട്ട് പോകേണ്ടി വരും. പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ദുർനടപ്പുകാരോട് സംസർഗം അരുതേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ലോകം എന്ന് പറയുമ്പോൾ ദൈവത്തെ അറിയാത്ത സൊസൈറ്റി, ആ ദൈവത്തെ അറിയാത്ത ജനങ്ങൾ, ആ ദൈവത്തെ അറിയാത്ത ജനങ്ങളുടെ ഇടയിലുള്ള ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ വിഗ്രഹാരാധികളോടോ പിടിച്ചു പറിക്കാരോടോ സംസർഗം അരുതേ എന്നല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ദൈവം കർത്താവ് ഈ ലോകത്തിലായിരിക്കുമ്പോൾ അങ്ങനെയുള്ളവരോടൊക്കെ സംസർഗം ചെയ്തു. അതുകൊണ്ട് പൗലോസ് പറയുന്നത് അങ്ങനെയുള്ളവരോട് സംസർഗം ചെയ്യരുതെന്നല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളവരുമായിട്ട് നിങ്ങൾ ഇടപെടണം. എന്നാൽ ആരുമായിട്ട് സഹോദരൻ, ബാക്കി പറഞ്ഞ സഹോദരൻ പേരുള്ളവർ ഇങ്ങനെയുള്ള ജീവിത രീതികളാണെങ്കിൽ അവരോട് ഇടപെടരുത്. എന്നാൽ ഇങ്ങനെയുള്ളവരോട് നിങ്ങൾ ഇടപെടണം. അതായത് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിങ്ങൾ പോകേണ്ടതായിട്ട് വരും. കർത്താവ് പറഞ്ഞ് ഈ ലോകത്തിലാണ് നിങ്ങൾ. കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട് പിതാവിനോട് ഈ ലോകത്തിൽ നിന്ന് ഇവരെ എടുക്കണമെന്നല്ല, ഈ ലോകത്തിൽ തന്നെയാണ് നാം ജീവിക്കേണ്ടത്. ദൈവത്തെ അറിയാത്ത ഈ ദുഷ്ടൻ്റെ അധീനതയുള്ള ലോകത്തിലാണ് ദൈവമക്കൾ ജീവിക്കേണ്ടത്. എന്നാൽ ഈ ലോകം നമ്മുടെ ജീവിതത്തിൽ വരരുത്. ഈ ലോകത്തോട് നമ്മൾ അനുരൂപപ്പെടരുത്. നമുക്കറിയാം, ബോട്ട് അത് വെള്ളത്തിൽ കിടക്കുന്നതാണ്. വെള്ളത്തിൽ കൂടിയേ ബോട്ട് പോകാൻ പറ്റുകയുള്ളൂ. എന്നാൽ ഈ വെള്ളം ഈ ബോട്ടിൽ കയറിയാൽ എന്ത് സംഭവിക്കും? ആ ബോട്ട് മുങ്ങിപ്പോകും. അതുപോലെ തന്നെ ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ലോകം നമ്മുടെ ജീവിതത്തിൽ കയറുമ്പോഴാണ്, ലോകത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പിന്തുടരുകയും അതിൻ പ്രകാരം നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും തകർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ വേർപാടെന്ന് പറയുന്നത് മനുഷ്യരിൽ നിന്നുള്ളൊരു വേർപാടല്ല. പിന്നെയോ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിളിക്ക് യോഗ്യമായ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുന്നതാണ് ക്രിസ്തീയ ഇതിൽ വേർപാടെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമ്മളിപ്പോൾ പറഞ്ഞതനുസരിച്ച് യഹോവയായ ദൈവം ഇരുളിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർതിരിച്ചു എന്ന് നമ്മൾ കണ്ടു. നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ മക്കളെ ജാതികളിൽ നിന്ന് കർത്താവ് വേർതിരിച്ച് അവർക്ക് നിയമങ്ങളും കൽപ്പനകളും കൊടുത്തു എന്ന് പറയുന്നു. പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ കർത്താവിൻ്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ച് ജീവൻ്റെ വെളിച്ചമായി കർത്താവിനെ സ്വീകരിക്കുമ്പോൾ അവിടെ ഒരു വേർപാട്, ദൈവത്തെ അറിയുന്നതിന് മുമ്പുണ്ടായ മോഹങ്ങളെ മാതൃകയാക്കാതെ നമ്മളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം നമ്മൾ ജീവിക്കാൻ പറയുന്നു. അവിടെ ഒരു വേർപാട് ദൈവം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ദൃഷ്ടാന്തമായി ചില കാര്യങ്ങൾ
നമുക്ക് വീണ്ടും പൗലോസ് എഴുതുന്നത് നമുക്ക് വായിക്കാൻ പറ്റും. 2 കൊരിന്ത്യർ 6 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ. അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത് എന്ന്. അത് ഇങ്ങനെയാണ്, അതിൻ്റെ വേറൊരു മലയാളം വേർഷനിൽ ഇങ്ങനെയാണ്: നിങ്ങൾക്ക് അവിശ്വാസികളോട് ചേർച്ചയില്ലാത്ത പങ്കാളിത്തം ഉണ്ടാകരുത്. അവിശ്വാസികളോട്, നമ്മൾ മുമ്പേ പറഞ്ഞത് അവരുമായിട്ട് സംസർഗം വേണമെന്നാണ്. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നു, നിങ്ങൾക്ക് അവിശ്വാസികളോട് ചേർച്ചയില്ലാത്ത പങ്കാളിത്തം ഉണ്ടാകരുത്. ഡു നോട്ട് ബി യോക്ഡ് ടുഗദർ വിത്ത് അൺബിലീവേഴ്സ്. അതായത് ഡു നോട്ട് ബി യോക്ഡ് ടുഗദർ വിത്ത് അൺബിലീവേഴ്സ്. അതായത് ചേർച്ചയില്ലാത്ത പങ്കാളിത്തം ഉണ്ടാകരുത്. അതെല്ലാ മണ്ഡലങ്ങളിലും. അതായത് നമ്മൾ ചേർച്ചയില്ല പങ്കാളിത്തം എന്ന് പറയുമ്പോൾ നമ്മുടെ അവിശ്വാസികളുമായി നമ്മുടെ ജീവിതത്തിലെ വിവിധമായ മേഖലകളിലും, അത് വിവാഹകാര്യം മാത്രമല്ല, മറ്റുള്ള കാര്യങ്ങളിലും നമ്മളെ ദൈവം അനുവദിക്കാത്ത തരത്തിലുള്ള ഒരു പങ്കാളിത്തത്തിന് നമ്മൾ മുതിരുമ്പോൾ അതെന്ത് സംഭവിക്കുന്നു? പഴയ നിയമത്തിൽ പറഞ്ഞു, അവരുടെ വഴികളിൽ നിങ്ങൾ നടക്കരുത്, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അതുപോലെ നമ്മൾ അവിശ്വാസികളുമായി ദൈവം ആഗ്രഹിക്കാത്ത തരത്തിലുള്ള പങ്കാളിത്തത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആത്മീയമായി നമുക്ക് ആത്മീയമായിട്ടുള്ള ഒരു വീക്ക്നെസ്, നമ്മൾ ബലഹീനരായിത്തീരും. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ആ വിശ്വാസം അഭംഗുരമായി മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയാതെ വരും. പലതിനോടും നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അവിശ്വാസികളുമായി നിങ്ങൾ ഇണയല്ല പിണ കൂടരുത്. അതിന് ദൃഷ്ടാന്തമായിട്ട് ഇവിടെ 5 ചോദ്യങ്ങൾ പൗലോസ് ഇവിടെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരവും അതിനകത്ത് തന്നെയുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നത്, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു ചേർച്ച. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ ചേർച്ചയുണ്ടോ? ഇല്ല. നീതി എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മളെ നീതീകരിച്ചു, അവൻ്റെ രക്തത്താൽ നമ്മളെ നീതീകരിച്ചു. നീതി പ്രവൃത്തികൾ ചെയ്യുവാൻ വേണ്ടി അവൻ നമ്മളെ നീതീകരിച്ചു. അധർമ്മം എന്ന് പറയുന്ന പാപം, എല്ലാ അധർമ്മവും പാപം തന്നെ. അപ്പോൾ നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു ചേർച്ച എന്നിവിടെ ചോദിക്കുന്നു. പിന്നെ വെളിച്ചത്തിനും ഇരുളിനോട് എന്തോ ഒരു കൂട്ടായ്മ. വെളിച്ചത്തിനും ഇരുളും തമ്മിൽ സെപ്പറേറ്റായിട്ടാണ് നിൽക്കുന്നത്. ആ സെപ്പറേറ്റായിട്ട് നിൽക്കുമ്പോൾ അതിന് തമ്മിൽ കൂട്ടായ്മയില്ല. എവിടെയെല്ലാം വെളിച്ചം, എവിടെയെല്ലാം ഉള്ളിടത്ത് വെളിച്ചം വരുമ്പോൾ ഇരുൾ അവിടുന്ന് മാറിപ്പോകുന്നു. ഇരുളിനും വെളിച്ചത്തിനും തമ്മിൽ കൂട്ടായ്മയില്ല. അടുത്തതായിട്ട് എഴുതിയിരിക്കുന്നത്, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്തോ ഒരു പൊരുത്തം. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ, ബലിയാലെന്ന് പറയുന്നത് സാത്താൻ്റെ വേറൊരു പേരാണ്. അതിന് പഴയ നിയമത്തിൽ വേർത്ത്ലെസ് പേഴ്സൺ, ഗ്രീക്കിൽ പറയും എ ലോലെസ് പേഴ്സൺ എന്ന് പറയും. അതായത് അപ്പോൾ പിശാചിൻ്റെ വേറൊരു പേരാണ് ബലിയാൽ. അപ്പോൾ ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ യാതൊരു സാമ്യവുമില്ല ഉണ്ടോ എന്ന് അവിടെ ചോദിച്ചു. യാതൊരു സാമ്യവുമില്ല. അടുത്തത് എഴുതിയിരിക്കുന്നത്, വിശ്വാസിക്ക് അവിശ്വാസ്യമായി എന്തേ ഓഹരി. വിശ്വാസി എന്ന് പറയുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തി. അവിശ്വാസം എന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള വ്യക്തിയും ലോകത്തെ ആശ്രയിക്കും, ലോകത്തിൻ്റെ പുറകെയും പോകുന്ന വ്യക്തി. അവർക്ക് തമ്മിൽ എന്ത് ഓഹരി എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അടുത്ത ചോദ്യം, ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? ദേവാലയം, നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ്. നമ്മളിൽ ക്രിസ്തു വസിക്കുന്നു, ജീവനുള്ള ദൈവം നമ്മളിൽ വസിക്കുന്നു. അപ്പോൾ വിഗ്രഹങ്ങളെ സേവിക്കുന്നവരുമായിട്ട് നമുക്ക് പൊരുത്തപ്പെടും, നമുക്ക് പങ്കാളിത്വം നമുക്ക് സാധ്യമല്ല. നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവാണ്. എന്നാൽ വിഗ്രഹങ്ങളെ, അതുകൊണ്ടാണ് അവിടെ എഴുതിയ ദേവാലയത്തിന് വിഗ്രഹങ്ങളോടെ എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. നമ്മുടെ ഉള്ളിൽ ജീവനുള്ള ദൈവം വസിക്കുന്നു. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് 17-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീനെന്ന് കർത്താവ് പറയുന്നു. കാരണം നമ്മുടെ ഉള്ളത്തിൽ ക്രിസ്തുവാണ്, ജീവനുള്ള ദൈവമാണ് നമ്മുടെ ഉള്ളത്തിൽ വസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരിൽ നിന്ന് വേർപെട്ട് ജീവിക്കുക, അതാണ് വേർപാടെന്ന് പറയുന്നത്. അപ്പോൾ നാം ഇവിടെ ചിന്തിച്ചു, എന്താണ് വേർപാട്? എന്തുകൊണ്ട് നമ്മൾ വേർപെടണം
ചെയ്യണമെന്നാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇരുളിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് ദൈവം നമ്മെ നിത്യപ്രകാശത്തിലേക്ക്, ജീവനുള്ള ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം ആ ജീവൻ്റെ വെളിച്ചം നമ്മുടെ ഉള്ളത്തിൽ തന്നെ നിത്യപ്രകാശത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. അപ്പോൾ വെളിച്ചമായിട്ട് ഇനി നമുക്ക് യാതൊരു ഇരുട്ടുമായിട്ട്, അന്ധകാരവുമായിട്ട് നമുക്കിനി യാതൊരു പങ്കാളിത്തവുമില്ല. അവരോട് കൂടെ നമുക്കൊരു പങ്കാളിത്തവുമില്ല. നമ്മൾ ജീവിക്കുന്നത് ഈ അന്ധകാര ലോകത്തിലാണ്. നമ്മൾ ജീവിക്കേണ്ടത് ഈ ലോകത്തിൽ തന്നെയാണ്. അന്ധകാരം നിറഞ്ഞ് പിശാചിൻ്റെ അധീനതയുള്ള ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. എന്നാൽ ആ ഇരുട്ടിൽ നിന്ന് ദൈവം നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. ജീവൻ്റെ വെളിച്ചമായി ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ തന്നു. ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്നു. നമ്മെ ദൈവം ലോകത്തിൻ്റെ വെളിച്ചമായിട്ട് നമ്മളെ തീർത്തു. അതുകൊണ്ട് ഈ വെളിച്ചമായിട്ട് നമുക്ക് ലോകത്തിൽ നമുക്ക് ജീവിക്കാം. ഈ വെളിച്ചമായിട്ട് നമുക്ക് ജീവിക്കണമെങ്കിൽ നാം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കരുത്. കാരണം ഈ ലോകത്തിൻ്റെ ഗോളല്ല ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തിയുടെ ഗോളെന്ന് പറയുന്നത്. ഈ ലോകത്തിന് അനുരൂപരായിട്ട്, ലോകം പോകുന്നതിനും പുറകെ നമ്മൾ പോകരുത്. ദൈവത്തെ അറിയാത്ത മനുഷ്യർ ജീവിക്കുന്ന പോലെ അല്ല നമ്മൾ ജീവിക്കേണ്ടത്. ലോകത്തിന് അനുരൂപമായി നമ്മൾ ജീവിക്കരുത്. രണ്ടാമതായിട്ട്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളതിനെ ചിന്തിച്ചുകൊണ്ട് അതിനെ ലാക്കാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കാം. മൂന്നാമതായിട്ട്, ഒരു വിശുദ്ധ ജീവിതത്തിന് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. അതിന് നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ വചനവും നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ദൈവം ഇരുളിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർതിരിച്ചതുപോലെ ദൈവത്തിനെ അറിയുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വെളിച്ചം നമ്മളിൽ തന്നപ്പോഴാണ് ആ വെളിച്ചമായി ഇരുൾ നമ്മളിൽ കടക്കാതെ ആ വെളിച്ചമായി തന്നെ ജീവിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ലോകത്തിൻ്റെ വെളിച്ചമായി, ക്രിസ്തുവിൻ്റെ വെളിച്ചമായി, ലോകത്തിൻ്റെ വെളിച്ചമായി ജീവിക്കുവാൻ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവവചനത്തിൽ കർത്താവ് ഇരുളിനെയും വെളിച്ചത്തെ അങ്ങ് വേർതിരിച്ചല്ലോ കർത്താവേ. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നെ അറിഞ്ഞപ്പോഴൊരു വേർതിരിവ് കർത്താവ് വെച്ചല്ലോ. അത് ദൈവം ഈ ലോകത്തിൽ തന്നെ ജീവിച്ചുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനാണ് ആ വേർതിരിവെന്നുള്ളത് കർത്താവ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിനെ ഓർത്ത് സ്തോത്രം. കർത്താവിൻ്റെ വചനമനുസരിച്ച്, പ്രമാണങ്ങളനുസരിച്ച് ഈ ലോകത്തിൻ്റെ പുറകെ പോകാതെ, ഈ ലോകത്തിൻ്റെ വഴികളിൽ നടക്കാതെ, ദൈവത്തെ അറിയാത്തവർ ജീവിക്കുന്ന പോലെ ജീവിക്കാതെ ഒരു വിശുദ്ധ ജീവിതത്തിൽ കൂടി മുന്നോട്ട് പോകുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം.